നമസ്കാരം, എല്ലാവർക്കും ലേൺ ഇറ്റ് PSCയുടെ മറ്റൊരു സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഭൗതികശാസ്ത്രത്തിലെ ചലനം എന്നൊരു ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ ചലനത്തിനൊപ്പം എന്നത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. ACERT ടെക്സ്റ്റ് ബുക്കിലെ പാർട്ട് 3 ചലനമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചലനവുമായി ബന്ധപ്പെട്ട ACERT ഭാഗങ്ങളിൽ 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ചലനത്തിനൊപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ ചലനം എന്ന് തന്നെ പേരുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അതിൻ്റെ 1ാം ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് കടക്കാം. അധ്യായം 9 ചലനം, ക്ലാസ് 8 ചാപ്റ്റർ 9 പാർട്ട് 1. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 ടേംസ്, 2 കൺസെപ്റ്റാണ് ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ചലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അയാൾ മൂവ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ബേസിക് ഐഡിയ. നിശ്ചലാവസ്ഥയിലാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നില്ല, ചലിക്കുന്നില്ല. അയാൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുന്നു. ഇതാണല്ലോ നമ്മുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ശരിയാണോ എന്ന് ചോദിച്ചാൽ കംപ്ലീറ്റ്ലി ശരിയല്ല. നമുക്കൊരു വസ്തുവിനെ ചലനാവസ്ഥയിലാണോ അല്ലെങ്കിൽ ആ വസ്തു മോഷനിലാണോ റെസ്റ്റിലാണോ എന്ന് പ്രതിപാദിക്കാനായിട്ട് നമുക്കൊരു കാര്യം ആവശ്യമുണ്ട്. അപ്പോൾ എന്താണ് ആ സംഭവം, അല്ലെങ്കിൽ എന്തിനെ വെച്ചിട്ടാണ് നമ്മൾ ആ വസ്തു ചലനത്തിലാണോ എന്ന് പറയുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, 1ാമത്തെ സന്ദർഭം, തന്നിരിക്കുന്ന സന്ദർഭങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം. 1ാമത്തെ സന്ദർഭം നോക്കിക്കേ. നമ്മളിപ്പം നിങ്ങൾ രണ്ട് കൂട്ടുകാർ എന്ത് ചെയ്യാണ്, ഒരു ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ആ കൂട്ടുകാരിയെ യാത്ര അയക്കുകയാണ്. അതായത് അവരുടെ സ്വദേശത്തേക്ക് യാത്ര അയക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ ബസ്സിൽ കയറി ആ കൂട്ടുകാരിയെ ഇരുത്തി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പുറത്തുനിന്ന് ആ കൂട്ടുകാരിക്ക് ടാറ്റ കൊടുക്കുകയാണ്. അതായത് പോയിട്ട് വാ, നമ്മൾ ബൈ ബൈ പറയുമല്ലോ, ടാറ്റ കൊടുക്കുകയാണ്. അപ്പോൾ ബസ് എന്ത് ചെയ്ത് തുടങ്ങി, മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, പുറത്ത് നിൽക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ ബസ് മൂവ് ചെയ്യുകയാണ് ആണല്ലോ. അപ്പോൾ ആ ബസ് നിങ്ങളുടെ കൂട്ടുകാരി എന്ത് ചെയ്യാണ്, മൂവ് ചെയ്യുകയാണ്. ആരെ അപേക്ഷിച്ച, നമ്മുടെ റോഡിൽ നിൽക്കുന്ന ഒരാളെ അപേക്ഷിച്ച് നമുക്കത് ഫീൽ ചെയ്യും ആണല്ലോ. എന്നാൽ അതേസമയം ആ ബസ്സിനകത്തിരിക്കുന്ന ഒരാളെ നോക്കിക്കേ, അല്ലെങ്കിൽ ആ ബസ്സിനകത്തിരിക്കുന്ന 2 പേർ, ഇപ്പോൾ കൂട്ടുകാരുടെ അടുത്ത് വേറൊരാൾ ഇരിപ്പുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടുകാരി ചലിക്കുന്നുണ്ടോ? അയാളുടെ ആ കൂട്ടുകാരി ഇരുന്ന പ്ലേസിൽ നിന്ന് ആ കൂട്ടുകാരി മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം ആ കൂട്ടുകാരി എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ അടുത്ത് ഇരിപ്പുണ്ട്. ആ കൂട്ടുകാരിക്കൊരു ചലനമില്ല അല്ലേ, ചലന അവസ്ഥയിലല്ല, നിശ്ചലാവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് അയാൾ മൂവ് ചെയ്യുന്നില്ല ആണല്ലോ, അല്ലെങ്കിൽ ആ ഫ്രണ്ട് മൂവ് ചെയ്യുന്നില്ല. അത് ആരെ അപേക്ഷിച്ചാണ്, ബസ്സിനകത്തിരിക്കുന്ന ഒരാളെ അപേക്ഷിച്ച് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സന്ദർഭം നോക്കിക്കേ. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ യാത്രക്കാരൻ ബസ്സിനെ അപേക്ഷിച്ച് ഏതിലായിരിക്കും? കാരണം ബസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളെ അപേക്ഷിച്ച് അയാളുടെ അപ്പുറത്തിരിക്കുന്ന യാത്രക്കാരനും റെസ്റ്റിലാണ്, ഒരു പോയിന്റ് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്, നിശ്ചലാവസ്ഥയിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേസമയം പുറത്തുനിന്ന് വെച്ചിടത്തോളം ബസ് ചലനാവസ്ഥയിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ബസ്സിലെ എല്ലാ യാത്രക്കാരും എന്തിലായിരിക്കും, ചലനാവസ്ഥയിൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിവിടെ 2 പേരെ അപേക്ഷിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ആണല്ലോ. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ യാത്രക്കാരൻ ഏത് അവസ്ഥയിലാണ് എന്നുള്ള ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ, ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ആദ്യം തിരിച്ച് എന്ത് ചോദിക്കണം? ഏത് അവസ്ഥയിലാണെന്നല്ല, ആരെ അപേക്ഷിച്ചാണ് ഞാൻ പറയേണ്ടത്, അങ്ങനെ തിരിച്ചു ചോദിക്കുക. നല്ലൊരു പോയിന്റ് ആണത്. ഓക്കെ, അടുത്ത നോക്കിക്കേ. മേഞ്ഞു നടക്കുന്ന പശുവിന്റെ പുറത്തിരിക്കുന്ന കാക്ക. നമുക്കറിയാം പശുവും കാക്കയും തമ്മിൽ വലിയൊരു, പശു കൊക്കൊക്കെ തമ്മിൽ എന്താണ്, പൊത്തും കൊക്കൊക്കെ തമ്മിൽ നല്ലൊരു ആത്മബന്ധമുണ്ട് അല്ലേ. അപ്പൊ മേഞ്ഞു നടക്കുകയാണ്. അപ്പൊ ചലനാവസ്ഥയിലാണ് പശു. ആ പശുവിന്റെ പുറത്തൊരു കാക്ക വന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കാക്ക ഏതവസ്ഥയിലാണ് എന്നൊരു ചോദ്യം വന്നാൽ ആദ്യം എന്ത് പറയണം? ഞാൻ ആരെ അപേക്ഷിച്ച് പറയണം? പശുവിനെ അപേക്ഷിച്ച് പറയണോ, അതോ തറയെ അപേക്ഷിച്ച് പറയണോ, ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് പറയണോ എന്ന് തിരിച്ചു ചോദിക്കുക. ഓക്കെ, അപ്പൊ പശുവിന്റെ പുറത്തിരിക്കുന്ന കാക്കയെ അപേക്ഷിച്ച് ആ പശു എന്ത് ചെയ്യാണ്, നടക്കുകയാണ്. അപ്പൊ നടക്കുമ്പോൾ പശുവിനെ അപേക്ഷിച്ച് ആ കാക്ക എന്ത് ചെയ്യുന്നുണ്ട്, കാക്കയെ നോക്കുമ്പോൾ തന്റെ പുറത്ത് തന്നെ ഇരിക്കുകയാണ് ആണല്ലോ. അതെന്ത് ചെയ്യുന്നില്ല, കാക്ക മൂവ് ചെയ്യുന്നില്ല. കാക്ക തന്റെ പുറത്ത് തന്നെ ഇരിപ്പുണ്ട്, കാക്കയ്ക്ക് മൂവ്മെന്റ് ഇല്ല
ആണല്ലോ. അപ്പൊ പശുവിനെ അപേക്ഷിച്ച് ആ കാക്ക ഏതവസ്ഥയിലാണ്? നോക്കുമ്പോൾ തൻ്റെ പുറത്ത് കാക്ക തന്നോടൊപ്പം യാത്ര ചെയ്യുന്നത് ആ പശുവിൻ്റെ ഒരു ഫീലിംഗ് ആണ്. പക്ഷെ നോക്കുമ്പോൾ എന്താണ്, ആ കാക്ക ആ പോയിന്റ് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ പശുവിനെ അപേക്ഷിച്ച് കാക്ക ഏതവസ്ഥയിലാണ്? നിശ്ചലാവസ്ഥയിലാണ്. ആണല്ലോ. അതേസമയം പശുവിന്റെ വെളിയിലുള്ള ഒരു ബോഡിയാണ് തറ അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളെ നമ്മുടെ എർത്ത് എപ്പോഴും എന്താണ്? മൂവിങ് ആണ്. പശു നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ പശുവിന്റെ മുകളിൽ ഇരിക്കുന്ന കാക്ക എന്ത് ചെയ്യാണ്? ചലനാവസ്ഥയിലാണ്. ആണല്ലോ. അപ്പൊ തറയെ അപേക്ഷിച്ച് ആ കാക്ക ചലനാവസ്ഥയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. മൂന്നാമത്തത് നോക്കിക്കേ, വയൽ വരമ്പത്ത് നിൽക്കുന്ന കുട്ടി. അപ്പോൾ പാഡി ഫീൽഡിന്റെ വരമ്പത്ത് വെറുതെ ഒരു കുട്ടി നിൽക്കുകയാണ്. അപ്പം നമ്മൾ എന്ത് പറയണു? ഫസ്റ്റ് തറയെ അപേക്ഷിച്ച്, അതായത് ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് ആ കുട്ടി മൂവ് ചെയ്യുന്നുണ്ടോ? മൂവ് ചെയ്യുന്നില്ല. ആണല്ലോ. അപ്പൊ ആ കുട്ടി എവിടെയാണോ നിൽക്കുന്നത് അതിനെ അപേക്ഷിച്ച് ആ കുട്ടിക്ക് മൂവ്മെന്റ് ഇല്ല, അതായത് നിശ്ചലാവസ്ഥയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേസമയം സൂര്യനിൽ നിന്ന് നോക്കുന്ന ഒരാളാണ്. സൂര്യനിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഭൂമി എപ്പോഴും കറങ്ങുവാണ്. അതുകൊണ്ട് തന്നെ ആ വയൽ വരമ്പത്ത് നിൽക്കുന്ന കുട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഭൂമിയോടൊപ്പം നമ്മൾ എല്ലാവരും കറങ്ങുന്ന പോലെ കറങ്ങും. അങ്ങനെയാണെങ്കിൽ സൂര്യനെ അപേക്ഷിച്ച് ആ കുട്ടി എന്തിലാണെന്ന് പറയാം? ചലനാവസ്ഥയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. ഇനി നോക്കിക്കേ, കറങ്ങുന്ന മേശമേൽ ഇരിക്കുന്ന പുസ്തകം. അപ്പൊ പുസ്തകം എവിടെ ഇരിക്കുന്നത്? മേശമേലാണ്, കറങ്ങുകയാണത്. ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിശ്ചലാവസ്ഥ എന്ന് പറയണമെങ്കിൽ, ആ പുസ്തകം നിശ്ചലാവസ്ഥയിലാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ആരെ അപേക്ഷിച്ച് പറയണം? ആ മേശയെ അപേക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പറയണം. എന്താണ്? ആ പുസ്തകം മേശയെ അപേക്ഷിച്ച് അത് നിശ്ചലാവസ്ഥയിലാണ്. ആണല്ലോ. അതെ. അതേസമയം ചലനാവസ്ഥയിലാണെന്ന് പറയണമെങ്കിലോ തറയെ അപേക്ഷിച്ച് നിങ്ങൾക്ക് പറയാം, അല്ലെ? തറയെ അപേക്ഷിച്ച് പറയാം, അല്ലെങ്കിൽ എന്തിനെ അപേക്ഷിച്ച് പറയാം? തറയെ അപേക്ഷിച്ചോ അല്ലെങ്കിൽ നമുക്ക് സൂര്യനെ അപേക്ഷിച്ചോ ഒക്കെ പറയാം. എന്താണ്? ആ പുസ്തകം എന്തിലാണ്? ചലനാവസ്ഥയിലാണ്. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് നമ്മൾ എന്തിനെ അപേക്ഷിച്ചാണ് ആ വസ്തുവിന്റെ അവസ്ഥ എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇങ്ങനത്തെ ഒരു എളുപ്പ വഴിയുണ്ട്. ഇങ്ങനൊരു സന്ദർഭം തന്നിട്ട് നിങ്ങളോട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇന്ന അവസ്ഥയിലാണ്, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയാനുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമുക്ക് തരിക. നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒരു നമ്മളിപ്പോൾ ഒരു സന്ദർഭം കിട്ടി. ഫോർ എക്സാമ്പിൾ, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ യാത്രക്കാരൻ. അപ്പൊ ബസ്സിനുള്ളിൽ തന്നെയാണെങ്കിൽ അയാൾ എപ്പോഴും എന്തിലായിരിക്കും? ബസ്സിന് പുറത്ത് നിന്ന് നോക്കുന്ന ആൾക്ക് എപ്പോഴും അതായത് ആ എവിടെയാണോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഏതാണോ ആ ബോഡി എടുത്തേക്കുന്നത് അതിന് പുറത്ത് നിന്ന് നോക്കുന്ന ആൾക്ക് അയാൾ എപ്പോഴും ചലനാവസ്ഥയിലായിരിക്കും. ഉള്ളിൽ തന്നെയാണെങ്കിൽ അത് നിശ്ചലാവസ്ഥയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, മേഞ്ഞു നടക്കുന്ന പശുവിന്റെ പുറത്തിരിക്കുന്ന കാക്ക പശുവിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഉള്ളിലായതുകൊണ്ട് അത് നിശ്ചലമാണ്, പുറത്തു നിന്ന് നോക്കുമ്പോൾ അത് ചലനമാണ്. വയൽ വരമ്പത്ത് നിൽക്കുന്ന കുട്ടി, ആ തറയിലാണ് ആ കുട്ടി നിൽക്കുന്നത്. അപ്പം അത് തറയുടെ ഉള്ളിൽ തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് അത് നിശ്ചലാവസ്ഥയാണ്, പുറത്ത് ചലനാവസ്ഥയിലാണ്. കറങ്ങുന്ന മേശമേലിരിക്കുന്ന പുസ്തകം, മേശയിലാണ് ആ പുസ്തകം ഇരിക്കുന്നത്, അതായത് മേശയ്ക്കുള്ളിലാണെന്ന് ചിന്തിക്കുക. അപ്പൊ ആ പുസ്തകം നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ തറ അല്ലെങ്കിൽ സൂര്യനെ അപേക്ഷിച്ച് പുറത്ത് നോക്കുകയാണ്, അപ്പോൾ അത് ചലനാവസ്ഥയിലാണ്. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചലനാവസ്ഥ, നിശ്ചലാവസ്ഥ, ഒരു വസ്തുവിൻ്റെത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കി എടുക്കുന്നത് ആ വസ്തുവിനെ വിളിക്കുന്ന പേരാണ് അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ബോഡി. അപ്പൊ ഇവിടെ ബസ്സും റോഡും പശുവും തറയും എല്ലാം എന്താണ്? റെഫറൻസ് ബോഡീസ് ആണ്. ആരെയാണോ നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്, അതായത് ഒരു വസ്തുവിന്റെ മോഷനാണോ റെസ്റ്റിലാണോ എന്ന് പറയാൻ നമ്മൾ ആരെയാണോ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ആ ബോഡിയെ വിളിക്കുന്ന പേരാണ് അവലംബക വസ്തു. ഓക്കെ. അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് ഒരു വസ്തുവിന്റെ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു എന്തിലായിരിക്കും? സ്ഥാനം മാറി, പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ ആ വസ്തു ചലനത്തിലാണ്. അതേസമയം അവലംബ വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നില്ലെങ്കിൽ ആ വസ്തു ഏതവസ്ഥയിലാണ്? നിശ്ചലാവസ്ഥയിലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു വസ്തുവിന്റെ ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും ഡിഫൈൻ ചെയ്യുന്നത്. അവിടെ നമുക്ക് അവലംബക വസ്തു കൂടിയേ തീരൂ. എന്താണ് അവലംബക വസ്തു എന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയാൽ അതിൽ ആരാണ് ചലനാവസ്ഥയിൽ, ആരാണ് നിശ്ചലാവസ്ഥയിൽ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം. ഓക്കെ.
അടുത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് 2 കൺസെപ്റ്റ്സ് ആണ് ദൂരവും സ്ഥാനാന്തരവും. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എപ്പോഴും ഇന്റർചേഞ്ച് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഓൾവേസ് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള 2 വേർഡ്സ് ആണ്. എക്സാമിന് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുകയും ചെയ്യാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഒരു പ്രോബ്ലത്തിലൂടെ ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കാം. നോക്കിക്കേ, ഒരാൾ ഓഫീസിൽ പോയപ്പോഴും വന്നപ്പോഴുമുള്ള വഴികളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. ഓഫീസിൽ പോയത് ആശുപത്രിക്ക് സമീപത്ത് കൂടിയാണ്, എന്നാൽ തിരിച്ചു വന്നത് റേഷൻ കടയ്ക്ക് സമീപത്ത് കൂടിയാണ്. ഇതാണ് റേഷൻ കട കാണിച്ചിട്ടുണ്ട്, ഇതാണ് ആശുപത്രി, ഇതാണ് ആ വീടെന്നിരിക്കട്ടെ ഹോം, ഇതെന്താണ് അയാളുടെ ഓഫീസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വീടും ഓഫീസും തമ്മിലുള്ള അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് 480 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ ഓഫീസിലെത്തുമോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ വീട്ടിൽ നിന്ന് ഓഫീസിലെത്തുകയാണ്. ഓഫീസിൽ പോയത് ആശുപത്രിക്ക് സമീപത്ത് കൂടിയാണ് അല്ലെ. അപ്പൊ 480 മീറ്റർ വടക്കോട്ട്. അപ്പം ഇവിടെ നമ്മളെപ്പോഴും ഡിറക്ഷൻ പഠിക്കുന്ന ഇങ്ങനെയാണ്, കുരിശ് വരച്ചിട്ട് ഇത് കിഴക്ക്, ഇത് വടക്ക്, നോർത്താണ് വടക്കെന്നറിയാമല്ലോ, സൗത്ത് തെക്ക്, വെസ്റ്റ് പടിഞ്ഞാറ്. അപ്പൊ ക്വസ്റ്റ്യൻ 480 മീറ്റർ, വീട്ടിൽ നിന്ന് 480 മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചാൽ അയാൾ ഓഫീസിൽ എത്തുമോ എന്നുള്ളതാണ് ചോദ്യം. എത്തുമോ? ഒരിക്കലും ഇല്ല. വടക്കോട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മേളിലോട്ടാണ് അല്ലെ. അത് വടക്കോട്ട് സഞ്ചരിച്ചാൽ പറ്റത്തില്ല. ഹോമിൽ നിന്ന് എങ്ങോട്ട് സഞ്ചരിക്കണം? ഹോമിൽ നിന്ന് 480 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചാൽ അയാൾക്ക് എവിടെ എത്താം? ഓഫീസിലെത്താം ആണല്ലോ. അതായത് ഇവിടെ ഹോമിൽ നിന്നും ഓഫീസിലേക്ക് അയാൾക്കൊരു നേർരേഖാ ഡിസ്റ്റൻസ് വന്നു അല്ലെ. എത്രയാണ്? 180 മീറ്റർ ആണല്ലോ. അയാൾ സ്റ്റാർട്ട് ചെയ്തത് ഹോമിലായിരുന്നു, എൻഡ് ചെയ്തത് ഓഫീസിലാണ് ആണല്ലോ. അപ്പൊ 480 മീറ്റർ അയാളുടെ നേർരേഖാ ഡിസ്റ്റൻസ് ആണല്ലോ. ഈ നേർരേഖാ ചലനത്തെ അല്ലെങ്കിൽ ഈ നേർരേഖാ ദൂരത്തെ വിളിക്കുന്ന പേരാണ്, അതായത് 480 മീറ്റർ നേർരേഖാ ദൂരത്തെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം. ഓക്കെ ആണോ? അപ്പൊ നേർരേഖ വന്നാൽ നിങ്ങളുടെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും അതെന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഇവിടെ അയാൾക്കുള്ള സ്ഥാനാന്തരം എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 480 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നേർരേഖ ഞാൻ എഴുതുന്നു, നേർരേഖാ ദൂരത്തെ വിളിക്കുന്ന പേരാണ് സ്ഥാനാന്തരം. ഓക്കെ ആണല്ലോ. അതേസമയം അയാള് ഓഫീസിലെത്താൻ എടുത്ത ടോട്ടൽ ദൂരം എത്ര? ഇത് നമ്മൾ നേർരേഖാ ദൂരമാണ് ചോദിച്ചത് അല്ലെ. എന്നാൽ ഇയാള് എന്ത് ചെയ്യുന്നു? വീട്ടിൽ നിന്നും ഓഫീസിലെത്താൻ എടുത്ത ടോട്ടൽ ആകെ സഞ്ചരിച്ച ദൂരം എത്ര? നോക്കിക്കേ, വീട്ടിൽ നിന്ന് തുടങ്ങി അയാൾ എവിടെ എത്തുന്നു? ഓഫീസിൽ എത്തിച്ചേരുന്നു. ടോട്ടൽ ഡിസ്റ്റൻസ്, ആകെ ദൂരമാണ് ചോദിച്ചേക്കുന്നത്. വീട്ടിൽ നിന്ന് ആശുപത്രി വഴിയാണ് പോകുന്നതെന്നറിയാം. അപ്പൊ വീട്ടിൽ നിന്ന് ആശുപത്രി വരെ എത്താൻ 600 മീറ്റർ, അവിടെ നിന്ന് ഓഫീസ് വഴി എത്താൻ 300 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ദൂരം എത്രയാണ്? 600 പ്ലസ് 300 അല്ലെ. എന്ത് ചെയ്തെടുത്താൽ മതി? കൂട്ടിയെടുത്താൽ മതിയാകും. അപ്പൊ 600 പ്ലസ് 300 എത്രയാണ്? 900 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. അതായത് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? ടോട്ടൽ അയാൾ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞേക്കുന്നത് 900 മീറ്റർ ആണ്. ഇനി ഈ ഓഫീസിൽ എത്തിയിട്ട് തിരിച്ച് അയാൾ എന്ത് ചെയ്യാണ്? തിരിച്ചു കാണും. അപ്പോൾ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 900 മീറ്റർ പ്ലസ് എത്രയും കൂടെ വരും? 660 മീറ്റർ. കാരണം റേഷൻ കട വഴിയല്ലേ പോന്നെ. അപ്പൊ 900 മീറ്റർ പ്ലസ് 660 പ്ലസ് 420, ഇത്രയും കൂടെ കൂട്ടിയെടുത്താൽ കിട്ടുന്നതായിരിക്കും അയാൾ സഞ്ചരിച്ച ആകെ ദൂരം അല്ലെ. അപ്പൊ സഞ്ചരിച്ച പാതയുടെ ടോട്ടൽ പാത്തിന്റെ എന്താ നീളമാണ് ലെങ്ത് ഓഫ് ദ ടോട്ടൽ പാത്തിനെ വിളിക്കുന്ന പേരാണ് ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 900ന്റെ കൂടെ തിരിച്ച് വീട്ടിലെത്തുകയാണെങ്കിൽ 660 420 കൂട്ടുമ്പോഴായിരിക്കും എന്ത് കിട്ടുക? അയാൾ തിരിച്ച് പോയിട്ട് ഓഫീസിൽ പോയിട്ട് ഓഫീസിൽ നിന്ന് നേരെ തിരിച്ച് വീട്ടിലെത്തുമ്പോഴുള്ള അയാളുടെ സഞ്ചരിച്ച പാതയുടെ നീളമായ ഡിസ്റ്റൻസ് കിട്ടുക. ഓക്കെ. അതേസമയം നമ്മൾ ഓഫീസിൽ നിന്ന് എന്താണ്? വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോയി, ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കും വന്നു. അത് ഇങ്ങനെ കിഴക്ക് മാത്രമേ, അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് മാത്രമേ അയാൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ സ്ഥാനാന്തരം എത്ര എന്ന് ചോദിക്കാം. അപ്പൊ സ്ഥാനാന്തരത്തിന് ഒരു ഡെഫിനേഷൻ കൂടിയുണ്ട്. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഓക്കെ, അപ്പൊ ആദ്യ സ്ഥാനം അയാളുടേത് ഹോം ആയിരുന്നു, അന്ത്യസ്ഥാനം ഓഫീസാണ്. അത് ഫസ്റ്റ് കേസിൽ ഇയാൾ ഓഫീസിലെത്തിയിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്? തിരിച്ച് ഹോമിലേക്ക് എത്തുകയാണ്. അപ്പൊ ആദ്യ സ്ഥാനം എന്തായിരുന്നു? ആദ്യ സ്ഥാനം ഹോം തന്നെയാണ്. ഓഫീസിലെത്തി വീണ്ടും തിരിച്ച് ഹോമിലെത്തുമ്പോൾ അയാളുടെ അന്ത്യസ്ഥാനം എന്ത് തന്നെയാണ്? ഹോം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഡിസ്പ്ലേ ആയിരിക്കും 480 മൈനസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആയിരിക്കും. ഫൈനൽ
പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ. അതായത് 450 മീറ്റർ അങ്ങോട്ട് ഓഫീസിൽ നിന്ന് നേർരേഖ ഡിസ്റ്റൻസ് മാത്രമേ സ്ഥാനാന്തരത്തിന് എടുക്കാമോ, ഓഫീസിൽ നിന്ന് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് 480. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം 0 പറയാനായിട്ട് നമുക്ക് സാധിക്കും. അതേസമയം ഡിസ്റ്റൻസോ അത് ടോട്ടൽ നമ്മൾ എടുത്തായിരുന്നു അല്ലെ. ടോട്ടൽ എടുത്തുമ്പോൾ ഏകദേശം 1900 സംതിങ് ഒക്കെ നമുക്ക് ദൂരം കിട്ടും. എന്നാൽ നോക്കിക്കേ, ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം നമുക്ക് 0 കിട്ടിയേക്കുന്നത്. കാരണം അയാൾ എവിടുന്ന് തുടങ്ങിയോ അവിടെ തന്നെ എത്തിച്ചേർന്നു. ഒരിടത്തും തുടങ്ങി അവിടെ തന്നെ എത്തിച്ചേരുന്നുണ്ടെന്നുണ്ടെങ്കിൽ 0 ഓർത്തു വെക്കേണ്ട ഒന്നാമത്തെ കേസ്. ഓക്കെ, ഇനി നമ്മൾ സ്ഥാനാന്തരവും ദൂരവും പറയുമ്പോൾ മറ്റൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദൂരത്തിന് നമ്മൾ ദിശ പറയാറില്ല. ഇത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തെന്ന് മാത്രമേ പറയാറുള്ളൂ. പക്ഷെ സ്ഥാനാന്തരം വരുമ്പോൾ നമ്മൾ ഇതിനെന്ത് പറയും? ദിശയും പറയും, പരിമാണവും പറയും. അതായത് സമ്മും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. പരിമാണം എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ദിശയും ഉണ്ട്, പരിമാണവും ഉണ്ട്. ആർക്ക്? സ്ഥാനാന്തരത്തിന്. നമ്മൾ അന്ത്യസ്ഥാനത്തിൽ നിന്നും അല്ലെങ്കിൽ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്ക് നമ്മളുടെ സ്ഥാനം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ദിശ ഉണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്ക്? ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ ഇവിടെ വടക്കോട്ട് എത്ര പോയി, കിഴക്കോട്ട് എത്ര പോയി എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ മാത്രം അത് സ്ഥാനാന്തരമായിരിക്കും. എന്നാൽ ദൂരത്തിന്റെ കേസ് എത്തുമ്പോൾ എന്താണ്? അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, എങ്ങോട്ട് പോയി എന്ന് ദൂരത്തിന്റെ കേസിൽ നമ്മൾ ചോദിക്കത്തില്ല. അതാണ് രണ്ടാമത്തെ വ്യത്യാസം. ഓക്കെ ആണല്ലോ. രണ്ടു പേരുടെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ഡിസ്റ്റൻസ് ആയാലും ഡിസ്പ്ലേസ്മെന്റ് ആയാലും ലെങ്ത് അല്ലെങ്കിൽ നീളമല്ലേ. അപ്പൊ SI യൂണിറ്റ് എന്തേ വരുള്ളൂ? മീറ്ററേ വരുള്ളൂ. ഓക്കെ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ പറയാം, ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനത്ത് സ്റ്റാർട്ട് ചെയ്ത് മറ്റൊരു സ്ഥാനത്ത് എൻഡ് ചെയ്യുന്നെങ്കിൽ അന്ത്യസ്ഥാനം അല്ലെങ്കിൽ അവസാന സ്ഥാനം അന്ത്യസ്ഥാനം മൈനസ് ആദ്യ സ്ഥാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേർരേഖാ ദൂരമായിട്ടുള്ള സ്ഥാനാന്തരം കിട്ടും. ഡിസ്റ്റൻസ് രണ്ടുകൂടെ കൂട്ടിയെടുത്ത് എഴുതുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് സഞ്ചരിച്ച പാതയുടെ നീളമാണ് കിട്ടുന്നത്. രണ്ടുകൂടെ സം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നു. സ്ഥാനാന്തരത്തിന് ദിശയും പരിമാണവും ഉണ്ട്, എന്നാൽ ദൂരത്തിന് ദിശയില്ല, മറിച്ച് പരിമാണം മാത്രമേ ഉള്ളൂ. രണ്ടുപേരുടെ യൂണിറ്റ് മീറ്റർ കിട്ടുന്നു. ഓക്കെ ആണല്ലോ. എങ്കിൽ ദൂരവും സ്ഥാനാന്തരവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് നോക്കട്ടെ. എല്ലാ കേട്ടിട്ട് എക്സാമിനും ഈ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിരുന്നു കേട്ടോ. ഈ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസിനുള്ള ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെന്റും ഒക്കെ LPUPക്ക് പല വട്ടമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കുക. നോക്കിക്കേ, ഒരു കല്ല് ലംബ ദിശയിൽ മുകളിലേക്ക് എറിഞ്ഞപ്പോൾ കയ്യിൽ നിന്ന് 6 മീറ്റർ ഉയർന്ന ശേഷം തിരിച്ച് കയ്യിൽ തന്നെ വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ആയിട്ട് തന്നിട്ട് താഴെ തന്നിരിക്കുന്നതിൽ അതിന്റെ സ്ഥാനാന്തരം ഇത്രയാണ്, ഡിസ്റ്റൻസ് ഇത്രയാണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് തരും. അപ്പം കറക്റ്റ് ആയിട്ട് എഴുതെടുക്കാനായിട്ട് അറിഞ്ഞിരിക്കണം. നോക്കിക്കേ, കൈ ആണ് എന്നിരിക്കട്ടെ. കയ്യിൽ നിന്ന് എന്ത് ചെയ്തു? മുകളിലേക്ക് 6 മീറ്റർ ഉയർന്നു, ശേഷം കയ്യിൽ തന്നെ തിരിച്ചു വന്നു. അപ്പം തിരിച്ച് 6 മീറ്റർ തന്നെ ആയിരിക്കുമല്ലോ ട്രാവൽ ചെയ്തത്. അത് രണ്ടും മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, കല്ല് ഏറ്റവും മുകളിലെത്തുമ്പോൾ കല്ല് സഞ്ചരിച്ച ദൂരം എത്ര? അതായത് ഇവിടെ എത്തുമ്പോൾ കല്ല് സഞ്ചരിച്ച ദൂരം എത്രയാണ്? ഫ്രം ദ ഫിഗർ തന്നെ നമുക്കത് ക്ലിയർ ആണ്. എത്ര മീറ്റർ ആണ്? 6 മീറ്റർ തന്നെയാണ്. ആണല്ലോ. കല്ലിനുണ്ടായ സ്ഥാനാന്തരം അതും എത്രയാണ്? കല്ലിന്റെ ഇനിഷ്യൽ പൊസിഷൻ ഏതാണ്? അതാ ഇവിടാണ് അല്ലേ. കല്ലിന്റെ ഇനിഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ആദ്യ സ്ഥാനം താഴെയാണ്. അത് നമുക്ക് 0 എടുക്കുന്നത്. അന്ത്യസ്ഥാനം എത്രയാണ്? 6 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പം അവസാന സ്ഥാനം മൈനസ് അന്ത്യസ്ഥാനം മൈനസ് ആദ്യ സ്ഥാനം 6 - 0 എത്ര കിട്ടും? 6 മീറ്റർ എന്ന് കിട്ടും. അതിനകത്ത് നമുക്ക് കൺഫ്യൂഷനൊന്നുമില്ല. ഇനി കല്ല് തിരിച്ചു വരികയാണ്, പാത തിരിഞ്ഞു വരികയാണ്. കല്ല് തിരികെ കയ്യിലെത്തുമ്പോൾ, അതായത് 6 മീറ്റർ അങ്ങോട്ട് സഞ്ചരിച്ച കല്ല് തിരിച്ച് 6 മീറ്റർ നമ്മുടെ സഞ്ചരിച്ച് കയ്യിലെത്തുന്നു. അപ്പോൾ കല്ല് സഞ്ചരിച്ച ദൂരം എത്ര? ദൂരം എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ ടോട്ടൽ പാത്താണ്, സഞ്ചരിച്ച പാതയുടെ നീളമാണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എത്രയാണ് വരിക? 6 + 6 മീറ്റർ അങ്ങോട്ട് പോയി 6 മീറ്റർ തിരിച്ചു വന്നു. അപ്പോൾ എന്ത് എഴുതാം? നമുക്ക് ടോട്ടൽ ലെങ്ത് കൂട്ടിയെടുക്കുകയാണ് വേണ്ടുന്നത്. എന്ത് കാണാൻ? ഡിസ്റ്റൻസ് കാണാൻ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 12 മീറ്റർ എന്ന് കിട്ടുന്നു. ഓക്കെ, 12 മീറ്റർ താഴേക്ക് എന്ന് നമ്മൾ പറയത്തില്ല. ഓക്കെ, കാരണം ദിശ നമ്മൾ ദൂരത്തിന് പറയാറില്ല. ഇനി കല്ലിനുണ്ടായ സ്ഥാനാന്തരം എന്താണ്? മുകളിലേക്ക് പോയി അവിടെ എത്തി 6 മീറ്റർ, അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് എത്തി. അപ്പോൾ അവസാന സ്ഥാനം അന്ത്യസ്ഥാനം എത്ര മീറ്റർ വീതമാണ്? ആദ്യ സ്ഥാനം മുകളിൽ പോയിട്ട് തിരിച്ച് താഴെ എത്തുമ്പം 6 മീറ്റർ അല്ലേ. അപ്പോൾ അന്ത്യസ്ഥാനം മൈനസ് അവസാനം തിരിച്ച് തന്നെ കയ്യിലെത്തി. നേർരേഖാ ചലനമാണ്. ഒരിടത്തും തുടങ്ങി തിരിച്ചുള്ള അതേ സ്ഥലത്ത് തന്നെ ആ വസ്തു തിരിച്ചെത്തുന്നുണ്ടെങ്കിൽ അവിടെ സ്ഥാനാന്തരം നിങ്ങൾ കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. അത് എപ്പോഴും എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് 0 ആവുന്ന കേസ്, ഡിസ്റ്റൻസ് ഉള്ള കേസ്. ഓക്കെ.
ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് വേണ്ടത് 2 ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്സ് ആണ്. 2 ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. നിങ്ങൾ അളവുകൾ, യൂണിറ്റുകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും ഫിസിക്സിൽ. അപ്പോൾ നോക്കിക്കേ, സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ സഞ്ചരിച്ച ദൂരത്തിന്റെ പരിമാണത്തോടൊപ്പം, മാഗ്നിറ്റ്യൂഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം, നമ്പർ, നമ്മളാ പറയുന്ന നമ്പർ 12 കിലോമീറ്റർ എങ്കിൽ ആ 12 എന്നുള്ളതാണ് അതിന്റെ പരിമാണം. ഓക്കെ, പരിമാണത്തോടൊപ്പം ദിശയും കൂടി സൂചിപ്പിച്ചാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. ഏത്? സ്ഥാനാന്തരം. ദിശ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്ഥാനാന്തരം ഇസ് ഈക്വൽ ടു അന്ത്യസ്ഥാനം മൈനസ് ആദ്യ സ്ഥാനം ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ പൊസിഷൻ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ മാഗ്നിറ്റ്യൂഡൊപ്പം ഡയറക്ഷനൂടെ പറഞ്ഞെങ്കിൽ മാത്രമേ സ്ഥാനാന്തരം എന്ന കൺസെപ്റ്റ് പൂർണ്ണമാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ പരിമാണത്തോടൊപ്പം, അതായത് മാഗ്നിറ്റ്യൂഡൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെ, അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് സദിശ അളവുകൾ അഥവാ വെക്റ്റർ ക്വാണ്ടിറ്റീസ്. 2 എണ്ണവും ഉണ്ട്, ദിശയുമുണ്ട് പരിമാണവും ഉണ്ടെങ്കിൽ നമ്മളതിനെ സദിശ അളവുകൾ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? സദിശ അളവുകൾ. ദിശയും പരിമാണവും ഉണ്ടെങ്കിൽ അത് സദിശ അളവുകളാണ്. അപ്പൊ സ്ഥാനാന്തരം എന്നത് എന്താണ്? ഒരു സദിശ അളവാണെന്ന് പറയാനായിട്ട് സാധിക്കും. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകൾ, അതായത് പരിമാണം മാത്രമേ ഉള്ളൂ, അവിടെ ദിശയില്ലെങ്കിൽ അത്തരത്തിലുള്ള അളവുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? അദിശ അളവുകൾ. ആ ദിശ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിശയില്ല. അപ്പൊ അദിശ അളവുകൾ, അവിടെ ദിശയില്ല. അതിന് ഇംഗ്ലീഷ് വേർഡ് കൂടെ അറിഞ്ഞിരിക്കണം, സ്കേലാർ ക്വാണ്ടിറ്റീസ്. അപ്പൊ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ്? വെക്റ്റർ ക്വാണ്ടിറ്റീസും സ്കേലാർ ക്വാണ്ടിറ്റീസും. എന്താണ് സ്കേലാർ എന്ന് പറയുമ്പോൾ? നമ്മൾ സ്കെയിൽ ആലോചിക്കുക. സ്കെയിലിനകത്ത് നമുക്ക് ലെങ്ത് കിട്ടും. അവിടെ നമ്മൾ ഇന്ന തെക്കോട്ട് വെച്ച് സ്കെയിൽ വരയ്ക്കുക, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയാറില്ലല്ലോ. സ്കെയിലിൽ എത്ര സെന്റിമീറ്റർ കിട്ടുന്നു എന്ന് മാത്രമേ പറയാറുള്ളൂ. അതുകൊണ്ട് ദിശയില്ല, പരിമാണം മാത്രമേ ഉള്ളെങ്കിൽ അവയാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്, അദിശ അളവുകൾ. അങ്ങനെ ഓർത്ത് വെച്ചേക്കുക കേട്ടോ. മറ്റേ ദിശയോടൊപ്പം പരിമാണവും ഉണ്ടെങ്കിൽ അവയെ നമ്മൾ സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നു. അപ്പൊ സ്ഥാനാന്തരം ഒരു സദിശ അളവാണ് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ദൂരം എന്താണ്? നേരത്തെ പറഞ്ഞ ദൂരത്തിന് നമ്മൾ 12 കിലോമീറ്റർ പോയി എന്നേ പറയാറുള്ളൂ. ടോട്ടൽ പാത്ത് ലെങ്ത് സം ചെയ്തെടുക്കുന്നത് കൊണ്ട് എങ്ങോട്ട് പോയി എന്ന് പറയാറില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിശയില്ല, അതുകൊണ്ട് ദൂരം ഒരു അദിശ അളവാണ് അല്ലെങ്കിൽ സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് സദിശ അളവുകളും അദിശ അളവുകളും. ഇപ്പൊ തന്നെ 2 എണ്ണത്തിന്റെ ഓരോ എക്സാമ്പിൾ വീതം പഠിച്ചിട്ടുണ്ട്. പ്രസ്താവനയായിട്ട് നമുക്ക് ടിപ്പിക്കലി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് സ്ഥാനാന്തരവും ദൂരവും വെച്ചുള്ളത്. നമ്മൾ സ്കേലാർസ്, വെക്ടേഴ്സ്, ക്വാണ്ടിറ്റീസ്, അദിശ അളവുകൾ, അദിശ അളവുകൾ കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ചു വിടുക കേട്ടോ. നമുക്ക് ചോദിക്കാറുള്ള, എക്സാമിന് ചോദിക്കാറുള്ള ക്വാണ്ടിറ്റീസ് ആണ്. ഇപ്പോൾ ദൂരം, സ്പീഡ്, മാസ്, പിണ്ഡം, സമയം, ഊർജം, വോളിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യാപ്തം, ഡെൻസിറ്റി സാന്ദ്രത, പ്രഷർ മർദ്ദം, ഇലക്ട്രിക് ചാർജ്, ടെമ്പറേച്ചർ താപനില, ഇവയെല്ലാം എന്താണ്? ഇവയെല്ലാം അദിശ അളവുകളാണ് കേട്ടോ. അദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. ഇവയ്ക്കൊന്നും നമ്മൾ എന്ത് പറയാറില്ല? ഡിറക്ഷൻ പറയാറില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ വ്യാപ്തം എടുത്തിട്ട് തെക്കോട്ട് ഇത്ര വ്യാപ്തം വെള്ളം ഒഴുകി നമ്മൾ പറയാറുണ്ടോ? ഇല്ല. അതായത് നമ്മൾ അദിശ അളവുകൾ എന്ന് പറയുമ്പോൾ ദിശ പറയത്തില്ല. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീസ് നമ്മൾ അദിശ അളവുകൾ അഥവാ സ്കേലാസിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം വെക്ടേഴ്സ് അഥവാ സദിശ അളവുകൾ എന്താണ്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, അതോടൊപ്പം ദിശയും ഉണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ സ്ഥാനാന്തരം പറയാം. വെലോസിറ്റി, സ്പീഡും വെലോസിറ്റി 2 ആണ് കേട്ടോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗം, മറ്റേത് വേഗമാണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗത അല്ലെങ്കിൽ വേഗം മാത്രമേ വരുള്ളൂ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗമാണ്. ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരത്തെ പോലെ വെലോസിറ്റി പ്രവേഗവും സദിശ അളവാണ്. ത്വരണം, ഇതൊക്കെ നമ്മൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളത് പഠിക്കും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്വാണ്ടിറ്റീസ് തന്നാൽ ത്വരണം, പിന്നെ നമ്മൾ പഠിക്കുന്ന ബലം, കെട്ടുള്ള ബലം, ആക്കം, മൊമെന്റത്തിന്റെ മലയാളം വേർഡാണ് ആക്കം. ഇവയെല്ലാം എന്താണ്? ഇതൊക്കെയാണ് ടിപ്പിക്കലി ചോദിച്ച് കണ്ടിട്ടുള്ള സ്കേലാർസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസ്. ജസ്റ്റ് നിങ്ങളൊന്ന് ടേബിൾ നോക്കി വെച്ചേക്കാം കേട്ടോ. സ്ഥാനാന്തരവും ദൂരവും ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്. നോക്കിക്കേ, നിങ്ങൾ നേടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ചിത്രം നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കുക. എ എന്ന സ്ഥലത്ത് നിന്നും ഒരാൾ യാത്ര തിരിച്ച് ബി, സി, ഡി എന്ന സ്ഥാനങ്ങളിലൂടെ തിരികെ എയിലെത്തുന്നു. ഇത് കേട്ടിട്ട് ഒരു വർഷം ചോദിച്ച ചോദ്യമായിരുന്നു കേട്ടോ. എയിലെത്തുന്നു. ഒന്നാമത്തത് സഞ്ചരിച്ച ആളിന്റെ സ്ഥാനമാറ്റം. ദൂരം സ്ഥാനാന്തരമാണ് തന്നേക്കുന്നത്. എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കി പറഞ്ഞേ, എയിൽ നിന്ന് ബിയിലെത്തുമ്പോൾ ദൂരം എത്രയാണ്? ഇതാണ് എ ടു ബി. അപ്പൊ എത്രയാണ്? 60 മീറ്റർ തന്നെയാണ് ദൂരം വരിക അല്ലെ. അയാൾ അത്രേ സഞ്ചരിച്ചിട്ടുള്ളൂ. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ നേർരേഖ ഡിസ്റ്റൻസ് ആണ്. എയിൽ നിന്ന് ബിയിൽ കാണിച്ചിരിക്കുന്നത് നേർരേഖയാണ്. അതുകൊണ്ട് നമുക്ക് സംശയം എഴുതാം, സ്ഥാനാന്തരവും 60 മീറ്റർ തന്നെയാണ്. ഓക്കെ, രണ്ടാമത്തത് എയിൽ നിന്ന് സിയിൽ എത്തുമ്പോൾ, ഇതാണ് സി, ഇതാണ് എ.
ദൂരം എത്രയാണ്? അയാൾ ബി വഴിയാണ് സിയിലെത്തിയേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദൂരം എന്ന് പറയുമ്പം ടോട്ടൽ പാത്ത് ലെങ്ത് ആണ്. അപ്പൊ 60 മീറ്റർ അയാൾ എയിൽ നിന്ന് ബിയിലേക്കും ശേഷം 60 മീറ്റർ ബിയിൽ നിന്ന് സിയിലേക്കും സഞ്ചരിച്ചു. എങ്കിൽ മാത്രമേ അയാൾ എ ടു സി നമുക്ക് എന്ത് പറയാൻ പറ്റൂ? അത്രയും ദൂരം സഞ്ചരിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് 120 മീറ്റർ ആണ് അയാളുടെ ദൂരം, അയാൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. ഓക്കെ, സ്ഥാനാന്തരം നോക്കിക്കേ. എയിൽ നിന്ന് സിയിൽ എത്താനുള്ള നേർരേഖാദൂരമാണ് സ്ഥാനാന്തരം. അത് എ ടു സി ഡയറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ച് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് 80 മീറ്റർ ആണ്. ഓക്കെ, അടുത്തത് ഡിയിലെത്തുമ്പോൾ ഇതാണ് ഡി വരിക. അപ്പൊ അയാൾ സഞ്ചരിച്ച ദൂരം എത്രയായിരിക്കും? 60 മീറ്റർ, 60 മീറ്റർ, 30 മീറ്റർ. മൊത്തം അയാൾ അപ്പൊ എത്ര സഞ്ചരിച്ചു? 180 മീറ്റർ സഞ്ചരിച്ചു. എന്നാലേ ടോട്ടൽ പാത്ത് ലെങ്ത് കിട്ടുള്ളൂ. അതാണ് ദൂരം എന്ന് പറഞ്ഞേക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റോ നേർരേഖ ദൂരമാണല്ലേ. അതായത് എയിൽ നിന്ന് ഡയറക്റ്റ് അയാൾ ഡിയിലെത്താൻ നേർരേഖ ഉപയോഗിച്ചിട്ടുണ്ട്. എത്രയാണ്? 100 മീറ്റർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി തിരികെ എയിലെത്തുമ്പോൾ ദൂരം എത്രയാണ്? എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്തുകയാണ്. 60, 60, 30, 100. അതായത് 150 100 250 മീറ്റർ ആണ് അയാളുടെ ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് എന്ന് പറയുന്നത്. ആണല്ലോ. ഇനി ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം നോക്കുകയാണെങ്കിലോ, എയിൽ തുടങ്ങി എയിൽ തന്നെ തിരിച്ചെത്തുന്നു. ഒരു സ്ഥലത്ത് തുടങ്ങി അവിടെ തന്നെ തിരിച്ചെത്തുന്നെങ്കിൽ അവിടുത്തെ സ്ഥാനാന്തരം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് തന്നാൽ കണ്ടുപിടിക്കാനായിട്ട്, ഒരു ചിത്രം തന്നാൽ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത് കേട്ടോ. നോക്കിക്കേ, എ എന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ യാത്ര തിരിച്ച് ബി വഴി സി വരെ എത്തിയതുമായി ബന്ധപ്പെട്ട 2 ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. എയിൽ നിന്ന് ബി വഴി സിയിൽ എത്തുമ്പോൾ, അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്. ഒന്നാമത്തെ ചിത്രം അനുസരിച്ച് സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ് ആകെ ദൂരം? അയാൾ എയിൽ നിന്ന് സിയിലെത്താൻ 60 + 40 ടോട്ടൽ ലെങ്ത് 100 മീറ്റർ സഞ്ചരിച്ചു. ഇനി സ്ഥാനാന്തരമോ, എയിൽ നിന്ന് സിയിലെത്തുന്ന പറഞ്ഞാൽ ഡയറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്, നേർരേഖയാണ്. അയാൾക്ക് എയിൽ നിന്ന് സിയിലെത്താൻ അത്രയും ഡിസ്റ്റൻസ് മതി. അപ്പൊ 80 മീറ്റർ ആണല്ലോ. ഷോർട്ട് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വിളിക്കുന്നത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം കേട്ടോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. സഞ്ചരിച്ച ആകെ ദൂരം എത്രയാണ് എയിൽ നിന്ന് സിയിലെത്താൻ? അവിടെ 60 + 40 100 മീറ്റർ തന്നെയാണ്. സഞ്ചരിച്ച സ്ഥാനാന്തരമോ, എയിൽ നിന്ന് ബിയിലെത്താൻ സഞ്ചരിച്ച അല്ലെങ്കിൽ എടുത്ത സ്ഥാനാന്തരം അല്ലെങ്കിൽ അയാളുടെ സ്ഥാനാന്തരം എത്രയാണ്? സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. എയിൽ നിന്ന് സിയിലെത്തുമ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യുക? നേർരേഖ ആയതുകൊണ്ട് 60 + 40 100 മീറ്റർ. അതായത് നേർരേഖയിലുള്ളൊരു പാത്താണെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു? സ്ഥാനാന്തരവും ദൂരവും നമുക്ക് തുല്യമായിട്ട് കിട്ടി. ഇതാണ് നമ്മുടെ പോയിന്റ്. എന്താണ്? ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എയിൽ നിന്ന് സിയിലേക്കാണ്, ഈ ദിശയിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുന്നത്, തിരിച്ചല്ല. അപ്പോൾ നേർരേഖയിലൂടെ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഒരേ ദിശയായിരിക്കുമ്പോൾ അതിന്റെ ദൂരത്തിന്റെയും സ്ഥാനാന്തരത്തിന്റെയും അളവുകൾ തുല്യമായിരിക്കും. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എങ്ങനെ? നേർരേഖയിലൂടെ ഒരേ ദിശയിലാണ് ഒരു വസ്തു സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ദൂരവും സ്ഥാനാന്തരവും അളവുകൾ തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ഓർത്തിരിക്കുക. ഒരു വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ചലനം ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ആദ്യം നമ്മൾ അവലംബക വസ്തു അഥവാ റെഫറൻസ് ബോഡി എന്താണെന്ന് വിവിധ സന്ദർഭങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവലംബക വസ്തുവിനെ വെച്ചിട്ടാണ് നമ്മൾ ഒരു വസ്തു ചലനത്തിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് പറയുന്നത്. സന്ദർഭങ്ങളും പഠിച്ചു, അതിന്റെ ട്രിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. ശേഷം നമ്മൾ ദൂരം, സ്ഥാനാന്തരം എന്നീ 2 കൺസെപ്റ്റ്സ് ആണ് പഠിച്ചത്. തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ദൂരം ഒരു അദിശ അളവാണെങ്കിൽ സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്. പക്ഷെ രണ്ടിന്റെയും യൂണിറ്റ് മീറ്റർ തന്നെയാണ്. പിന്നീട് നമ്മൾ വേറെ ഡിഫറൻസ് ഒന്നും അധികം പറഞ്ഞില്ലല്ലോ. പിന്നെ നമ്മൾ കുറച്ച് സ്കേലാസ് ആൻഡ് വെക്ടർ ക്വാണ്ടിറ്റീസിനുള്ള ഉദാഹരണങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഒരു സ്ഥാനത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുവാണെങ്കിൽ അവിടെ സ്ഥാനാന്തരം എപ്പോഴും 0 ആണെന്ന് പഠിച്ചു. ശേഷം ഒരു നേർരേഖയിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് സ്ഥാനാന്തരവും ദൂരവും തുല്യമായിരിക്കുമെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളോടുകൂടി ഇന്നത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ ബാക്കി ഒരു ഭാഗം കൂടെ ഉള്ളൂ. അതുകൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് 8ാം ക്ലാസ്സിലെ ഈ ഒരു ചാപ്റ്റർ, 9ാമത്തെ ചാപ്റ്റർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. Okay, thank you and happy learning.